നമസ്കാരം. പ്രവാസി ശബ്ദത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. രാഹുൽ ഗാന്ധി വീണ്ടും വയനാട് ലോക്സഭാ സീറ്റിൽ നിന്ന് മത്സരിക്കാനുള്ള സാധ്യതയില്ലെന്നാണ് അറിയുന്നത്. കർണാടകയിലോ തെലങ്കാനയിലോ മത്സരിക്കുമെന്നുള്ള സൂചനകളും വരുന്നുണ്ട്. ഇന്ത്യ മുന്നണിയിലെ പാർട്ടി സ്ഥാനാർത്ഥികളോടുള്ള മത്സരം ഒഴിവാക്കാനാണെങ്കിലും വയനാട് ലോക്സഭാ സീറ്റിൽ രാഹുൽ ഗാന്ധി തന്നെ മത്സരിക്കണമെന്നാണ് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ ഒന്നടങ്കം ആവശ്യപ്പെടുക. പകരം അവിടെ ആര് എന്നുള്ള ചർച്ചകളും സജീവമാകുന്നുണ്ട്. പ്രവാസി ശബ്ദം പരിശോധിക്കുന്നു. രാഹുൽ കേരളം വിടുന്നതിലെ രാഷ്ട്രീയമെന്ത്? സ്വാഗതം. ചർച്ചയിൽ നമ്മളോടൊപ്പം ഇടത് സഹയാത്രികൻ വാഹിദ് നാട്ടിക, കോൺഗ്രസ് പ്രതിനിധി അജയ് കുര്യാക്കോസ്, ബി.ജെ.പി പ്രതിനിധി രമേശ് മണിക്കോത്ത് എന്നിവരാണ് ചേരുന്നത്. മൂന്നുപേർക്കും സ്വാഗതം. ആദ്യം ശ്രീ അജയ് കുര്യാക്കോസ്, വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നില്ല എന്നത് താങ്കൾ അംഗീകരിക്കുന്നുണ്ടോ? എന്താണ് ഇവിടെ രാഹുൽ ഗാന്ധി ഇവിടെ നിന്ന് പോയാൽ ഉണ്ടാകാവുന്ന കാര്യങ്ങൾ, താങ്കളുടെ അഭിപ്രായങ്ങൾ? മത്സരിക്കാതെ മറ്റൊരിടത്ത്, കേരളത്തിൽ മത്സരിക്കാതെ മറ്റൊരിടത്ത്, ഇല്ലെങ്കിൽ പ്രത്യേകിച്ച് കർണാടകയിൽ സേഫാണ് സീറ്റ് എന്ന് തോന്നുന്നുണ്ടോ? ശ്രീ അജയ് കുര്യാക്കോസ്, അൺമ്യൂട്ട് ചെയ്യാമോ? ആദ്യമായിട്ട് പറഞ്ഞോളട്ടെ, രാഹുൽജി കേരളത്തിൽ മത്സരിക്കുന്നില്ല, വയനാട്ടിൽ മത്സരിക്കുന്നില്ല എന്നുള്ള തീരുമാനം ഒന്നും എടുത്തിട്ടില്ല ഇതുവരെ. ഔദ്യോഗികമായിട്ടുള്ള തീരുമാനങ്ങളൊന്നും കോൺഗ്രസ് അറിയിച്ചിട്ടില്ല, വന്നിട്ടില്ല. അതൊരു എയറിൽ നടക്കുന്ന ഒരു വാർത്ത മാത്രമാണ്. പക്ഷെ രണ്ടു മൂന്ന് കാര്യങ്ങളാണ് അതിനകത്തുള്ളത്. ഒന്ന്, ശ്രീ രാഹുൽജി ഇന്നത്തെ അവസ്ഥയിൽ ഇപ്പം ഏത് മണ്ഡലത്തിൽ മത്സരിച്ചാലും അദ്ദേഹം വിജയിക്കും. അദ്ദേഹം കർണാടകത്തിൽ മാത്രമൊന്നുമല്ല, അദ്ദേഹം അമേഠിയിൽ തന്നെ മത്സരിക്കും എന്നുള്ളതാണ് ഞങ്ങളുടെയൊക്കെ പ്രതീക്ഷ. കാരണം വേറൊന്നും കൊണ്ടല്ല, കഴിഞ്ഞ പ്രാവശ്യത്തെ ഏറ്റവും വലിയൊരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് അദ്ദേഹം 2 മണ്ഡലത്തിൽ മത്സരിച്ചു എന്നുള്ളതാണ്. 55,000 വോട്ടിനാണ് അവിടെ സ്മൃതി ഇറാനി വിജയിച്ചു പോയതെങ്കിലും ആ ഒരു ഇമ്പാക്ട് 2-3 തലങ്ങളിലാണ് അവിടേക്ക് ഉണ്ടായത്. കാരണം ഒന്ന്, വയനാട്ടിൽ മുസ്ലിം ലീഗ് ശ്രീ രാഹുലിനെ സപ്പോർട്ട് ചെയ്തപ്പോൾ അത് പാകിസ്ഥാന്റെ പതാകയാണെന്ന് പറഞ്ഞ ചർച്ചകളൊക്കെ നമ്മൾ കഴിഞ്ഞതാണ്. അപ്പം 2 മണ്ഡലത്തിൽ മത്സരിച്ചപ്പോൾ സ്മൃതി ഇറാനിയുടെ ഏറ്റവും വലിയ വാദം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം അമേഠിയിൽ തോൽക്കുമെന്നുള്ളത് കൊണ്ടാണ് വയനാട്ടിൽ മത്സരിച്ചതെന്നൊക്കെ. മാത്രമാണെന്നാണല്ലോ കേൾക്കുന്നത്. അല്ല, ഇതൊക്കെ കേൾവിയല്ലേ. അതായത് നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റും. ഒരു ദേശീയ നേതാവ് എന്ന രീതിയിൽ ദേശീയ തലത്തിൽ പ്രവർത്തിക്കുമ്പോൾ അദ്ദേഹം സൗത്ത് ഇന്ത്യയിലും നോർത്ത് ഇന്ത്യയിലും മത്സരിക്കുക എന്നുള്ളത് വളരെ പ്രധാനമായ ഒരു സംഗതിയാണ്. കാരണം ഒരു ദേശീയ നേതാവിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ ഒട്ടാകെ ഇപ്പം ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ ആളുകളുമായിട്ട് മുഖാമുഖം സംസാരിച്ചിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ളത് എനിക്ക് തോന്നുന്നു ഗിന്നസ് ബുക്കിൽ വരെ അദ്ദേഹത്തിന്റെ പേര് രേഖപ്പെടുത്താവുന്നതാണെന്ന് തോന്നുന്നു. അത്ര അധികം ആളുകളുമായിട്ട് അദ്ദേഹം, അതായത് പ്രമുഖരായിട്ടല്ല, സാധാരണക്കാരായ ആളുകളുമായിട്ട് അദ്ദേഹം ധാരാളം മുഖാമുഖം സംസാരിക്കുകയും അവർ വിഷയങ്ങൾ പഠിക്കുകയും ചെയ്തൊരു വ്യക്തി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തും ഏത് ലോക്സഭാ മണ്ഡലത്തിലും അദ്ദേഹത്തിന് ഒരു 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 എന്താ പറയുക, അവർക്ക് അത്രയും ആത്മബന്ധമുള്ള കുറെ ആളുകൾ അദ്ദേഹത്തിനുണ്ട്. ഇപ്പം ഉത്തർപ്രദേശിലെത്തിയിരിക്കുന്നു അദ്ദേഹത്തിന്റെ ഭാരത് ജോഡോ ന്യായ യാത്ര. അപ്പൊ അദ്ദേഹം എന്ന് പറയുന്നത് അത് ഇലക്ഷൻ മത്സരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു എന്നുണ്ടെങ്കിൽ അദ്ദേഹം ഉത്തർപ്രദേശിലെ അമേഠിയിലോ വയനാട്ടിലോ മാത്രം കേന്ദ്രീകരിച്ചാൽ മതിയല്ലോ. അദ്ദേഹം ഒരു അഖിലേന്ത്യാ നേതാവാണ്. അദ്ദേഹം എവിടെ മത്സരിക്കണമെന്ന് തീരുമാനിക്കുന്നത് അദ്ദേഹമല്ല എന്നുള്ളതാണ് അതിന്റെ രസം. ശരി, അപ്പോഴാണ് ആ ചോദ്യം വരുന്നത്, എന്തുകൊണ്ട് വയനാട്ടിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു, മറ്റെവിടെയെങ്കിലും മത്സരിച്ചാൽ പോരായിരുന്നോ? ഇനി മത്സരിച്ച മറ്റൊരു സീറ്റ് പോവുകയും ചെയ്തു. അത് ഇരിക്കട്ടെ, ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ വാഹിദ് നാട്ടിക, ഇവിടെ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായ പാർട്ടിയുടെ ഒരു സ്ഥാനാർത്ഥിയോട് മത്സരിക്കുന്നതിന് പകരം നേരിട്ട് ഏറ്റുമുട്ടാനാണ് രാഹുൽ ഗാന്ധി തീരുമാനിക്കുന്നതെങ്കിൽ അത് ഏറ്റവും മികച്ച തീരുമാനമായി കാണേണ്ടതില്ലേ? നിലവിൽ കോൺഗ്രസിന്റെ നേതാവാണ് രാഹുൽ ഗാന്ധി എന്നുള്ളത് കൊണ്ട് അദ്ദേഹം ഇന്ത്യ മുന്നണിയിൽ ഉള്ള ഒരു കക്ഷിയായതുകൊണ്ടുകൂടി മത്സരിക്കാതിരിക്കുക എന്നുള്ളതാണ് സത്യത്തിൽ ചെയ്യേണ്ടത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തന്നെ ഇന്ത്യയിലെ കോൺഗ്രസ് തകർന്ന് തരിപ്പണമാകുന്നതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം അദ്ദേഹത്തിന്റെ ഈ മത്സരമായിരുന്നു എന്നുള്ളതാണ്. കാരണം ഉത്തരേന്ത്യയിൽ RSS ഇത്തരത്തിലുള്ള ഒരു പ്രചരണം, ഇത് പാകിസ്ഥാനിൽ പോയി അദ്ദേഹം മത്സരിക്കുന്നു എന്നുള്ള പ്രചരണം നടത്താനുള്ള ഒരു അവസരം അദ്ദേഹം തന്നെ ഉണ്ടാക്കി കൊടുത്തു എന്നുള്ളതാണ്. കോൺഗ്രസ് കുറച്ചെങ്കിലും വിവേകപൂർവം, കോൺഗ്രസിന്റെ വിവേകം നഷ്ടപ്പെട്ടത്
ബാബരി മസ്ജിദ് തകർക്കുക തൊട്ട് കോൺഗ്രസിന് നഷ്ടപ്പെട്ട ആ വിവേകം അതൊരു തിരിച്ചറിവായിട്ട് ഉണ്ടാകുന്നുണ്ടെങ്കിൽ വളരെ ആഹ്ലാദകരമാണ്. ഇന്നത്തെ ഇന്ത്യയുടെ സാഹചര്യത്തിൽ ഇന്ത്യ നിലനിൽക്കണമോ എന്നുള്ളതാണ് ചോദ്യം. അത്തരം ഒരു അപകടകരമായ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഉയർന്ന് ചിന്തിക്കാനുള്ള അതല്ലെങ്കിൽ ഇന്നിപ്പോൾ CPI-യുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചപ്പോൾ ബിനോയ് വിശ്വം ചോദിച്ചതുപോലെയുള്ള പല ചോദ്യങ്ങളും രാഹുൽ ഗാന്ധി നേരിടേണ്ടി വരും. കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ അതിന് ഉത്തരം നൽകേണ്ടി വരും. ആ ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ ഇപ്പം നേരത്തെ ശ്രീ അജയ് കുര്യാക്കോസ് പറഞ്ഞതുപോലെ രാഹുൽ ഗാന്ധി അല്ല തീരുമാനിക്കുന്നത് എന്ന് പറയുമ്പോഴും അന്തിമ തീരുമാനം എങ്ങനെയാണെങ്കിൽ രാഹുൽ ഗാന്ധി തന്നെയായിരിക്കും എടുക്കുക എന്നാണ് അറിയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് തന്നെ ആയിരിക്കില്ലേ രാഹുൽ പോവുക? കർണാടകയിൽ അദ്ദേഹത്തിന് എന്താണ് താങ്കൾ കാണുന്ന ഭാവി? ഇല്ല, ഞാനിതിൽ പൂർണ്ണമായി വിശ്വസിക്കാൻ തയ്യാറല്ല. കാരണം അദ്ദേഹത്തിൻ്റെതായ ഒരു തീരുമാനം എടുക്കാൻ കഴിയാത്ത രൂപത്തിലുള്ള വലിയൊരു കോക്കസിനിടയിലാണ് അദ്ദേഹം ഉള്ളത്. അതാണല്ലോ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ചെയ്തത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എന്നിട്ട് ഇവർ എന്ത് നേടിയെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഇപ്പൊ ഇവർ ഇനിയിപ്പോ അഥവാ 20 സീറ്റും ജയിച്ചു എന്നിരിക്കട്ടെ, കേരളത്തിലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് 20 സീറ്റ് ജയിച്ചത് കൊണ്ട് ഇന്ത്യ ഭരിക്കാൻ കഴിയുമോ? കേരളം ഭരിക്കാൻ കഴിയുമോ? ഇപ്പൊ ഏറ്റവും ഉദാഹരണം കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇത്ര വലിയ വിജയം നേടിയവർക്ക് കേരളത്തിലെ ജനത ഒരു മതേതര കാഴ്ചപ്പാടുണ്ട്. ഇടതുപക്ഷം അടക്കം കേരളത്തിൽ RSS വിരുദ്ധമായ മതേതരമായ ഒരു പ്രചരണം നടത്തുന്നത് കൊണ്ട് ഒരു കൃത്യമായ ജനാധിപത്യ മതേതര ബോധമുള്ള മനുഷ്യൻ ഒരു തെറ്റിദ്ധാരണയുടെ അടിസ്ഥാനത്തിൽ കോൺഗ്രസ് ഇതാ തിരിച്ചു വരുമെന്നുള്ള ഒരു തെറ്റിദ്ധാരണയുടെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തു. പക്ഷെ അതിനർത്ഥം അവർക്ക് തന്നെ തിരുത്താൻ കഴിഞ്ഞു തുടർന്നു വന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതൊരു അബദ്ധമായിരുന്നു എന്നുള്ളത്. അതുകൊണ്ട് ഇപ്രാവശ്യം രാഹുൽ ഗാന്ധി ആത്മഹത്യാപരം എന്നേ നമുക്ക് പറയാൻ കഴിയുള്ളൂ. എന്തായാലും അവരങ്ങനെ തന്നെയാണ് ചെയ്യുന്നതെങ്കിൽ കോൺഗ്രസിന് പിന്നെന്താ പറയാ, വിനേശകാല വിപരീത ബുദ്ധി വീണ്ടും ആവർത്തിക്കപ്പെടും. ശരി, ശ്രീ രമേശ് പണിക്കോത്ത്, ഇപ്പൊ കേരളത്തിൽ BJP-യുടെ കാര്യത്തിൽ എന്ത് പറയണമെന്ന് അറിയില്ല. പക്ഷെ നേരത്തെ ശ്രീ അജയ് കുര്യാക്കോസ് പറഞ്ഞത് അമേഠിയിൽ രാഹുൽ ഗാന്ധി മത്സരിക്കും, ജയിക്കും എന്നൊക്കെയാണ്. അങ്ങനെ രാഹുൽ ഗാന്ധിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ, ഇപ്പൊ വയനാട്ടിൽ നോക്കുകയാണെങ്കിൽ NDA അവിടെ 3-ാം സ്ഥാനത്താണ്. 1 ലക്ഷത്തിൽ താഴെ 74,000 വോട്ടിന്റെ അടുത്ത് അത്രയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കിട്ടിയത്. അതുകൊണ്ട് വയനാടിന്റെ കാര്യം മറ്റ് മണ്ഡലങ്ങളെ അപേക്ഷിച്ച് വയനാട് തീരെ നോക്കുക വേണ്ട. പക്ഷേ ഈ രാഹുലിന്റെ വിജയപ്രതീക്ഷ കോൺഗ്രസ് വെക്കുന്നത് മറ്റ് ഇപ്പൊ കർണാടകയിലാണെങ്കിലും അവിടെ നമുക്കറിയാം BJP-യും കോൺഗ്രസുമായിട്ടുള്ള നേരിട്ടുള്ള പോരാട്ടം നടക്കുന്ന ഒരു സ്റ്റേറ്റ് ആണ്. അപ്പം അവിടെ രാഹുൽ ഗാന്ധി നിൽക്കുന്നു, അമേഠിയിലും നിൽക്കുന്നു, ജയിക്കുന്നു എന്നത് BJP-യിൽ എങ്ങനെയാണ് ചർച്ച ചെയ്യുന്നത്? ഇത് അജയ് കുര്യാക്കോസ് പറഞ്ഞത് ഒരു കാര്യം ശരിയല്ല. ഇപ്പോ അമേത്തി എന്ന് പറയുന്ന മണ്ഡലം കഴിഞ്ഞ നൂറ്റാണ്ടുകളോളം കോൺഗ്രസിന്റെ കുടുംബം കയ്യിൽ വെച്ച ഒരു മണ്ഡലമാണ്. അത് രാജീവ് ഗാന്ധി, ഇന്ദിരാഗാന്ധി, അതേപോലെ സഞ്ജയ് ഗാന്ധി, പിന്നീട് രാഹുൽ ഗാന്ധി. അപ്പൊ അവിടുന്ന് തീർച്ചയായും പരാജയപ്പെടും എന്നുള്ളത് കൊണ്ട് മാത്രമാണ് വയനാട്ടിലേക്ക് മാറിയത്. അല്ലാതെ വേറെ 2 മണ്ഡലത്തെ മത്സരിച്ചുകൊണ്ട് തോറ്റു എന്നുള്ളതല്ല. ഒരൊറ്റ കാരണമാണ് അവിടെ നിന്നാൽ പരാജയപ്പെടുമെന്നുള്ളതുകൊണ്ട്. അതുകൊണ്ടാണ് ഇപ്പൊ വയനാട്ടിൽ നിന്ന് തെലങ്കാനയിലേക്കോ അല്ലെ കർണാടകത്തിലേക്കോ പോകുമെന്നാണ് പറയപ്പെടുന്നത്. ഇതിൽ ഒരു കാര്യം BJP-യെ ലക്ഷ്യമിട്ട് മാത്രമാണ്, നേരിട്ട് ഏറ്റുമുട്ടാനാണ് രാഹുൽ ഗാന്ധി പോകുന്നത്. അല്ല, അതുകൊണ്ടൊന്നും കാര്യമില്ല. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം മോദിജിക്കെതിരെയാണ് മത്സരിക്കേണ്ടത്. അദ്ദേഹം കർണാടകയിൽ പോയിട്ടല്ല മത്സരിക്കേണ്ടത്. BJP-ക്കെതിരെയാണ് മത്സരമെങ്കിൽ അദ്ദേഹം നേരിട്ട് പോയിട്ട് മോദിജി എവിടെയാണോ മത്സരിക്കുന്നത് അവിടെ മത്സരിക്കണം. ഇദ്ദേഹം ശ്രീ അജയ് കുര്യാക്കോസ് പറഞ്ഞല്ലോ, അദ്ദേഹം ഇന്ത്യയിൽ എവിടെ നിന്നാലും ജയിക്കും എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം അതാണ് ചെയ്യേണ്ടത്. മോദിജി മത്സരിക്കുന്നത്, BJP-ക്കെതിരെയാണല്ലോ മത്സരം. മോദിജിക്കെതിരെ മത്സരിച്ചുകൊണ്ട് ഇവരുടെ പാർട്ടികൾക്ക് അല്ലെങ്കിൽ INDA മുന്നണിക്ക് ഒരു ഇത് കാണിച്ചു കൊടുക്കണം, ചൂണ്ടുപലകയായി നിൽക്കേണ്ടതാണ്. വേറെ ഞാൻ പറഞ്ഞുതരാം, അവിടെ മറ്റൊരു കാര്യം, അദ്ദേഹത്തിന് ഒരു കോൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഇല്ല. അദ്ദേഹത്തിന് സ്ഥിരതയില്ല. അദ്ദേഹം മാറി മാറി പോവുകയാണ്. ജനങ്ങൾ ഇതൊക്കെ നോക്കി കാണുകയാണ്. പോരാതെ അദ്ദേഹം എന്നുള്ളത് ഒരു വ്യക്തി എന്ന നിലയിൽ അദ്ദേഹം എൻജോയ്മെന്റ് കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. ജീവിതം ആസ്വദിക്കണം എന്നുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം നമുക്കറിയാം, ചില സമയം അദ്ദേഹം മുങ്ങുന്നുണ്ട്. 10 ദിവസമൊക്കെ പോയി കഴിഞ്ഞാൽ ആർക്കും അറിയില്ല. അപ്പോ അതൊന്ന്. പിന്നെ ഈ ഓടി അവസാനം ഇന്ന് ഞാൻ നാളെ നീ എന്ന് പറഞ്ഞതുപോലെ അദ്ദേഹം രാഹുൽ ഗാന്ധി പാപം ഈ മലവെള്ളപ്പാച്ചിൽ, ദേശീയതയിലേക്കുള്ള ഈ മലവെള്ളപ്പാച്ചിൽ അദ്ദേഹം ഒറ്റയാൻ പട്ടാളമായിട്ട് അദ്ദേഹത്തിന് ഇതിനെതിരെ തുഴയാൻ കഴിയില്ല. ഇന്ന് ഞാൻ നാളെ നീ കുടുംബം, ഈ രാജീവ് ഗാന്ധി കുടുംബം അല്ലെങ്കിൽ ഗാന്ധി കുടുംബത്തിന് തന്നെ എത്രയോ പേർ BJP-യിൽ മന്ത്രിമാരായിട്ടുണ്ട്. ഇന്ദിരാഗാന്ധിയുടെ മകനാണ് സഞ്ജയ് ഗാന്ധി. അദ്ദേഹത്തിന്റെ ഭാര്യ
വിധവയായ അദ്ദേഹം അവര് മന്ത്രിയായിട്ടുണ്ട്. വരുൺ ഗാന്ധി ഇദ്ദേഹത്തിന്റെ സഹോദരൻ, അദ്ദേഹം BJP-യിലാണ്. അപ്പോ ഇന്ന് ഞാൻ നാളെ നീ എന്ന് പറഞ്ഞാൽ അവസാനം രാഹുൽ ഗാന്ധി തുടഞ്ഞ് വയ്യാതായിട്ട് ഇത് BJP-യിൽ എത്തുമോ എന്നുള്ളതാണ് എനിക്ക് സംശയം. കാരണം അവർക്ക് തന്നെ അദ്ദേഹം ഒരു സെഷൻ നടക്കുമ്പോ ലോക്സഭയിൽ അദ്ദേഹം ഓടിപ്പോയിട്ട് മോദിജിയെ അങ്ങനെ കെട്ടിപ്പിടിക്കുകയാണ് ഒരു കാരണമില്ലാതെ. അദ്ദേഹത്തിന് പോലും ബഹുമാനമാണ് ഈ മോദിജിയോട്. അപ്പോ ഒരു രക്ഷയില്ലാത്ത ഈ എന്താണ് അവരുടെ പരാജയം, കോൺഗ്രസിന്റെ പരാജയം? കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് ചിദംബരത്തെ പോലെയുള്ള രാജ്യവിരുദ്ധമായി ചിന്തിക്കുന്നവര്, വർഗീയമായി ചിന്തിക്കുന്നവര്, ഇവരെയൊക്കെ കൊണ്ട് നടന്ന് ഭാരതത്തിലെ ജനങ്ങളുടെ വെറുപ്പ് സമ്പാദിച്ചു. അതാണ് ഇതിന്റെ പരിണിത ഫലമായിട്ട് ഇപ്പൊ വരുന്നത്, അല്ലാണ്ട് വേറൊന്നുമല്ല. ഇപ്പൊ പറഞ്ഞോളൂ. എനിക്ക് ഈ രമേശ് ജി പറഞ്ഞോടോ എനിക്ക് ഒരു മറുപടിയും പറയാനില്ല. കാരണം അദ്ദേഹത്തിന് ഒന്നും പറയാനില്ലാത്ത കാരണം അദ്ദേഹം പറഞ്ഞു ഇന്ദിരാഗാന്ധിയാണ് രാഹുൽ ഗാന്ധി BJP-യിലേക്ക് എത്തുമെന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. രാഹുൽ ഗാന്ധി BJP-യിലേക്ക് പോകാൻ നിങ്ങൾ കാത്തിരുന്നോളൂ. ഞങ്ങളെല്ലാം ഇന്ത്യക്കാരെല്ലാം BJP-ക്കാരാവുന്ന ഒരു ദിവസം വരും. അത് പണ്ട് മറ്റേ സുന്ദരമായ കിനാശ്ശേരി സ്വപ്നം കണ്ട ആൾക്കാരുണ്ടല്ലോ സിനിമയിൽ പറയുന്നു, അതുപോലെയാണ്. അതൊക്കെ നിങ്ങൾ കാത്തിരുന്നോളൂ. പക്ഷെ ഇതില് കാതലായ കാര്യം എന്ന് പറയുന്നത്, ഒന്ന് ശ്രീ വാഹിദ് പറഞ്ഞതുപോലെ അദ്ദേഹത്തിന്റെ അഖിലേന്ത്യാ നേതാവ് എന്ന് ഞാൻ പറഞ്ഞ അവസാനിപ്പിച്ചോട്ടെ. അദ്ദേഹത്തിന്റെ അഖിലേന്ത്യാ നേതാവ് എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധിയാണ്, അത് സംശയമൊന്നുമില്ല. അദ്ദേഹത്തിന്റെ പാർട്ടി സെക്രട്ടറി ഇപ്പോ ഇരിക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ കൂടെയാണ്. അദ്ദേഹത്തിന്റെ ഒപ്പം തന്നെ ചർച്ചയ്ക്കൊക്കെ പോകുന്നതും ഒക്കെ ഉണ്ട്. അപ്പൊ ഇവിടെ കേരളത്തിലെ കാര്യം മാത്രം, അത് പിണറായിസ്റ്റാണ്, കേരളത്തിലെ പിണറായിസ്റ്റാണ് ശ്രീ വാഹിദൊക്കെ. അപ്പൊ അവിടെ ഇപ്പം വയനാട്ടിൽ മത്സരിച്ചു അതുകൊണ്ടാണ് ഇന്ത്യ മൊത്തം തോറ്റത് എന്ന് പറയുന്നത് അത് എത്രത്തോളം മണ്ടത്തരമാണെന്നുള്ളത് നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. കാരണം അദ്ദേഹം വയനാട്ടിൽ മാത്രമല്ലോ മത്സരിച്ചത്, അമേഠിയിലും മത്സരിച്ചല്ലോ. അന്നത്തെ സാഹചര്യമല്ല ഇന്നത്തെ സാഹചര്യം. അന്ന് രാഹുൽ ഗാന്ധിയെ മോശമായി ചിത്രീകരിക്കുന്നതിന് വേണ്ടി PR വർക്ക് നടത്തിയ മോഡിജിയുടെ കൂടിയ ആൾക്കാരാണ് നിങ്ങളൊക്കെ. അപ്പൊ രാഹുൽ കഴിഞ്ഞ തവണ വയനാട്ടിൽ മത്സരിച്ചത് ഒരു തെറ്റായ സന്ദേശമായിരുന്നു എന്നൊക്കെ വലിയ വിലയിരുത്തൽ ഉണ്ടായിരുന്നു. അതിനുശേഷം പോലും അത് വിലയിരുത്തലല്ലേ? ഞാൻ ചോദിക്കട്ടെ, രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിച്ചത് ഒരു തെറ്റായ സന്ദേശമല്ല. വയനാട് എന്ന് പറഞ്ഞ മണ്ഡലത്തിൽ സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും താഴെക്കിടയിൽ കിടക്കുന്ന ഒരു മണ്ഡലത്തുമായിട്ട് നമുക്ക് കണക്കാക്കാം. ആ മണ്ഡലത്തിൽ ശ്രീ രാഹുൽ ഗാന്ധി മത്സരിക്കുകയും 5 ലക്ഷത്തിൽ പരം വോട്ടുകൾക്ക് അദ്ദേഹം വിജയിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു അഖിലേന്ത്യാ നേതാവാണ്. ഞാൻ ചോദിക്കട്ടെ, സ്മൃതി ഇറാനി ഒന്ന് വയനാട് മത്സരിക്കട്ടെ. അദ്ദേഹത്തെ മത്സരിച്ച് ജയിച്ച സ്മൃതി ഇറാനി വയനാട്ടിൽ വന്ന് മത്സരിക്കട്ടെ. ഒരു അഖിലേന്ത്യാ നേതാവ് എന്ന് പറഞ്ഞാൽ എവിടെയും മത്സരിക്കണം. പിന്നെ ഞാൻ പറഞ്ഞ് അവസാനിപ്പിച്ചോട്ടെ, എനിക്ക് കുറച്ച് സമയം തരണം. അതായത് ഇതിന്റെ വിഷയം ഞങ്ങൾ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നു എന്നുള്ളതാണല്ലോ. അദ്ദേഹം വയനാട്ടിൽ മത്സരിക്കുന്നു എന്നുള്ളത് കൊണ്ട് മാത്രം ഇന്ത്യ മുന്നണിക്കോ അതല്ലെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടിക്കോ ഒരു ക്ഷീണം സംഭവിക്കാൻ പോകുന്നില്ല. അത്ര ആകുലതയാണെങ്കിൽ അദ്ദേഹം കഴിഞ്ഞ വർഷം വയനാട്ടിൽ മത്സരിച്ചപ്പോൾ പാർട്ടി സ്ഥാനാർത്ഥിയെ നിർത്താതിരിക്കണമായിരുന്നു. കാരണം അദ്ദേഹത്തെ ജയിപ്പിക്കണമെന്നുണ്ടെങ്കിൽ കേട്ടില്ല, അന്ന് ഇന്ത്യ സഖ്യമില്ലല്ലോ. ഇന്ത്യ സഖ്യം നിലനിൽക്കുമ്പോ പാനിരാജയെ പോലെ ഇന്ത്യ സഖ്യമല്ല, അന്നും ജയിച്ചു വന്നു കഴിഞ്ഞാൽ കേന്ദ്രത്തിൽ കോൺഗ്രസ് വരണം എന്നുള്ളതാണ് ഇവരുടെ ആവശ്യം. അതാണല്ലോ വാഹിദ് നേരത്തെ പറഞ്ഞത്. കേന്ദ്രത്തിൽ ശക്തമായ ഒരു ഭരണം കൊണ്ടുവരാൻ കോൺഗ്രസ് വരണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ആയിരുന്നുവെങ്കിൽ രാഹുൽ ഗാന്ധി എന്നുള്ളതിലേക്കായി കോൺഗ്രസ് ചിത്രത്തിൽ നിന്ന് മാറിയില്ലേ? കോൺഗ്രസ് അദ്ദേഹം പറഞ്ഞൊരു വാക്കിൽ ഞാൻ പറയാണ്. അതായത് കേന്ദ്രത്തിൽ ശക്തമായ ഭരണം മോഡിക്കെതിരെ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കാതായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുകയാണെങ്കിൽ ആർഗ്യുമെന്റ് സേക്കിന് ഇവരെന്തൊരു പാർട്ടി സ്ഥാനാർത്ഥി നിർത്തി രാഹുൽ ഗാന്ധിയുടെ കീഴിലാണ് കേന്ദ്രത്തിൽ ഇനി ശക്തമായ ഒരു ഭരണം കൊണ്ടുവരേണ്ടത് എന്ന് അവർക്ക് ഉത്തമമായ ബോധ്യമുണ്ട്, ഇപ്പോഴും ഉണ്ട്. അത് അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്നു. രാഹുൽ ഗാന്ധി അല്ല, കോൺഗ്രസ് അല്ലാതെ മറ്റൊരു മറ്റൊരു പാർട്ടി ഇന്ത്യയിൽ BJP-ക്കെതിരെ ഉയർന്നു വരാൻ സാധ്യതയില്ല. 1-2 MP-മാര് സിനിമാ തിയേറ്ററിൽ ആളൊഴിഞ്ഞ സിനിമയ്ക്ക് സീറ്റിൽ ആളിരിക്കുന്ന പോലെ 1-2 MP-മാർ. ഞാൻ ചോദിക്കട്ടെ ശ്രീ അജയ് കുര്യാക്കോസ്, ഇവിടെ രാഹുൽ വയനാട്ടിൽ ഇല്ലെങ്കിൽ മത്സരിക്കുന്നില്ല എന്ന് വിചാരിക്കാം. രാഹുൽ അല്ലെങ്കിൽ മറ്റേത് സ്ഥാനാർത്ഥിയാണ്? ഇപ്പൊ ലീഗ് 3-ാം സീറ്റ് ചോദിച്ചിട്ടുണ്ട്. ലീഗിന് അവിടെ കൊടുക്കാൻ, ലീഗിന് അവിടെ വലിയ സ്വാധീനമുള്ള മണ്ഡലമാണ്. ലീഗിന് അത് കൊടുക്കാനുള്ള സാധ്യതയുണ്ടോ? അതിനോട് താങ്കൾ യോജിക്കുന്നുണ്ടോ? ഇനിയിപ്പോ ഞങ്ങളിപ്പം സിറ്റിംഗ് MLA പിടിച്ച് മത്സരിപ്പിക്കാനൊന്നും ഉദ്ദേശിക്കുന്നില്ല. കാരണം ഞങ്ങളുടെ പാർട്ടിക്കകത്ത് വലിയേട്ട മനോഭാവമൊന്നുമില്ല. ഇപ്പോ KK ശൈലജയെ വടകരയിൽ നിർത്തി തോൽപ്പിക്കുന്നത് പോലെ ഞങ്ങളിപ്പോ ഒരു MLA പിടിച്ച് അവിടെ ഇപ്പൊ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടോ ചിലപ്പോ T സിദ്ദിഖിനെ അവിടെ പിടിച്ച് മത്സരിപ്പിച്ച് ജയിപ്പിക്കാന്ന്. ഞങ്ങളെ സംബന്ധിച്ച് ഇഷ്ടം പോലെ കാൻഡിഡേറ്റ്സ് വയനാട്ടിലുണ്ട്. വയനാട് എന്ന് പറയുന്നത് കോൺഗ്രസ് സംബന്ധിച്ച് കോൺഗ്രസിന്റെ ഈറ്റില്ലമാണ്. അവിടെ ഞങ്ങളെ സംബന്ധിച്ച് ഇഷ്ടം പോലെ കാൻഡിഡേറ്റ്സ് ഞങ്ങൾക്ക് കിട്ടാനുണ്ട്. പക്ഷെ അതല്ലല്ലോ ഇവിടുത്തെ വിഷയം. രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. അദ്ദേഹത്തിന് തീരുമാനം ഇതുവരെ എടുത്തിട്ടില്ല. അദ്ദേഹം വയനാട്ടിൽ മത്സരിക്കണമെന്ന് തന്നെയാണ്
ഇന്നും കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ ഹൈക്കമാൻഡിനോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ആ തീരുമാനം മറ്റന്നാൾ വരും. ആ മറ്റന്നാൾ ആ തീരുമാനം വരുമ്പോൾ എന്തുകൊണ്ട് ഈ തീരുമാനം എടുത്തു എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് പറയും. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഇപ്രാവശ്യം ശ്രീ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നുണ്ടെങ്കിൽ ഇത് പ്രവചനമായിട്ടൊന്നും എടുക്കണ്ട, വ്യക്തമായിട്ടുള്ള തീരുമാനം തന്നെയാണ്. അദ്ദേഹം മത്സരിക്കുന്നുണ്ടെങ്കിൽ ഒരേ ഒരു മണ്ഡലത്തിൽ നിന്ന് മാത്രമാണ് മത്സരിക്കുന്നത്. അത് മിക്കവാറും 99.9%. രാഹുൽ ഗാന്ധി ഇനി വയനാട്ടിൽ ഇറങ്ങിയാൽ നേരിടേണ്ട ചോദ്യങ്ങളെ കുറിച്ചാണ് ഞാൻ ആലോചിക്കുന്നത്. ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ വാഹിദ് നാട്ടിക, ഇവിടെ LDF എടുത്തിരിക്കുന്നത് ഇപ്പൊ അദ്ദേഹം പറഞ്ഞതുപോലെ KK ശൈലജ വടകരയിൽ മത്സരിക്കുന്നു, കോഴിക്കോട് എളമരം കരീം മത്സരിക്കുന്നു. അങ്ങനെ വയനാട് വളരെ സ്ട്രോങ് ആയിട്ട് പിടിച്ചിരിക്കുന്ന LDFന്റെ സ്ഥാനാർത്ഥി പട്ടികയാണ് നമ്മൾ കണ്ടത്. അപ്പം അവിടെ ഈ പറയുന്ന മറ്റ് ഇടങ്ങളിലൊന്നും ഇല്ലാത്ത എന്തോ ഒന്ന് വയനാട്ടിൽ സംഭവിക്കുന്നു, അതുകൊണ്ട് രാഹുൽ ഗാന്ധി മാറുന്നു എന്നുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. കാരണം മറ്റാരെയും മുമ്പിൽ വെക്കാനില്ല കോൺഗ്രസിന് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. പക്ഷേ മറ്റൊരു സ്റ്റേറ്റിലേക്ക്, ഇപ്പൊ കർണാടക ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലെ രാഷ്ട്രീയം എങ്ങനെയാണ് എന്നുള്ളത് നമുക്കറിയാം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് കണ്ടതുമാണ്. അവിടേക്ക് രാഹുൽ ഗാന്ധി എത്തുമ്പോൾ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് വലിയ ചോദ്യചിഹ്നമായി കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ ഉണ്ട് താനും. കേരളത്തിലെ കോൺഗ്രസ് ഈ തീരുമാനത്തെ, ഇപ്പോൾ രാഹുൽ ഗാന്ധി ഇവിടേക്കില്ല, വയനാട്ടിലേക്കില്ല എന്നുള്ള തീരുമാനത്തെ എങ്ങനെയായിരിക്കും എടുക്കുക? എന്ത് ന്യായീകരണമായിരിക്കും നേതാക്കൾ മുമ്പോട്ട് വയ്ക്കാൻ പോകുന്നത്? അത് LDFന് എത്ര ഗുണം ചെയ്യും? അല്ല, കേരളത്തിലെ കോൺഗ്രസ്, അതാണ് പറഞ്ഞത്, ഇന്ത്യയിലെ പാർലമെന്റിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് എന്നുള്ള തിരിച്ചറിവ് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ കേരളത്തിലെ കോൺഗ്രസിന് ഉണ്ടായില്ല. അതിന്റെ തുടർച്ചയാണ് കേരള ചരിത്രത്തിൽ ആദ്യമായിട്ട് അവർക്ക് വീണ്ടും വീണ്ടും പ്രതിപക്ഷത്തിരിക്കേണ്ടി വന്നത്. അപ്പൊ അതുകൊണ്ട് ആ തിരിച്ചറിവ് അവർക്ക് ഉണ്ടായിട്ടില്ല. അപ്പൊ അത് ഈ തിരിച്ചറിവ് ഉണ്ടാവുകയാണെങ്കിൽ രാഹുൽ ഗാന്ധി മത്സരിക്കാതിരിക്കാൻ അവരാണ് പറയേണ്ടത്. കാരണം ഇന്ത്യയിൽ നടക്കുന്ന ഇന്നത്തെ സമകാലിക ഇന്ത്യയിൽ ഈ തെരഞ്ഞെടുപ്പും അതുപോലെ തന്നെ മത്സരവും ഒക്കെ ഉണ്ടെങ്കിലല്ലേ നമുക്ക് ഈ പറയുന്ന രാഷ്ട്രീയമൊക്കെ പറയാനുള്ള സാധ്യതയുള്ളൂ. അത്തരം ഒരു സാധ്യതയില്ലാത്ത രീതിയിൽ ഫാസിസ്റ്റുകൾ ഭരണം കൈയാളിക്കൊണ്ട് എങ്ങനെയെങ്കിലും ഇന്ത്യയുടെ മുഴുവൻ അധികാരവും വ്യക്തികളിലേക്കും ഒരു RSS എന്ന് പറയുന്ന ഒരു അപകടകരമായ രാഷ്ട്രീയ സംഘത്തിന്, അരാഷ്ട്രീയമാണത്, രാഷ്ട്രീയമായ ഒരു സംഘം പോലുമല്ല, അതൊരു രാഷ്ട്രീയമായ വലതുപക്ഷ തീവ്രവാദ സംഘത്തിന്റെ കയ്യിലേക്ക് അധികാരം കൈയാളുമ്പോൾ അവിടെ കുറച്ചുകൂടി വിശാലടിസ്ഥാനത്തിൽ ജനാധിപത്യപരമായി ചിന്തിക്കാൻ ഇന്ത്യയിലെ ദേശീയ നേതൃത്വത്തിന് കഴിയുന്നുണ്ടെങ്കിൽ അത് സ്വാഗതാർഹമാണ്. എന്നാൽ ഇവിടെയുള്ള കോൺഗ്രസ്സുകാർ, ഞാൻ പറഞ്ഞില്ല, ഇവിടുത്തെ കേരളത്തിലെ കോൺഗ്രസ്സുകാർ എന്ന് പറയുന്നത് ഏറെക്കുറെ RSS ആയിട്ടുള്ളവരാണ്. അവർ BJP ജയിക്കണമെന്നുള്ളതാണ്. എങ്ങനെയെങ്കിലും LDF തോൽക്കണമെന്ന് മാത്രമേ അവരുടെ മുമ്പിലുള്ളൂ. അതാണ് അവർ പണ്ട് തൊട്ടേ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് പക്ഷേ ഞാൻ എന്താ പറഞ്ഞത്, അല്ല, ഇത്തവണ ഈ തെരഞ്ഞെടുപ്പിലെങ്കിലും എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ള അപകടം മനസ്സിലാക്കി ആ ഒരു ഇപ്പം ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ എങ്ങനെ പെരുമാറണം എന്നുള്ള എനിക്ക് തോന്നുന്നില്ല. കേരളത്തിലെ കോൺഗ്രസിന്, കേരളത്തിൽ സുധാകരനും സതീശനെ പോലുള്ള ആളുകളൊക്കെ നേതൃത്വം നൽകുന്ന ഒരു കോൺഗ്രസിൽ നിന്ന് അത്തരം ഒരു മതേതരമായ ചിന്ത ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ടതില്ല. എന്നാൽ ദേശീയ തലത്തിൽ കോൺഗ്രസ് നേതൃത്വം അത്തരം ഒരു തീരുമാനമെടുക്കുകയാണെങ്കിൽ അത് സ്വാഗതാർഹമാണ്. എന്ന് മാത്രമല്ല, ഇപ്പോ അവിടെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയെ കുറിച്ച് അവിടെ CPI ആണ്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ CPI ആണ് മത്സരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് CPIയുടെ സംസ്ഥാന സെക്രട്ടറി ഔദ്യോഗികമായി CPIയുടെ അഖിലേന്ത്യാ നേതാവായിട്ടുള്ള ആനി രാജയാണ് സ്ഥാനാർത്ഥി എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അപ്പോൾ CPI ആണോ പ്രധാന എതിരാളി എന്നുള്ളതാണ് ചോദ്യം. CPIക്കെതിരെ മത്സരിച്ചുകൊണ്ട് ഇന്ത്യയിൽ വരാൻ പോകുന്ന മതേതര മുന്നേറ്റത്തെ തകർക്കാനാണോ രാഹുൽ ഗാന്ധി നിൽക്കേണ്ടത് എന്നുള്ളതാണ് ചോദ്യം. ഇന്ത്യയിൽ ഉണ്ടാകുന്ന മതേതര മുന്നേറ്റം അത് കോൺഗ്രസ് അതിലൊരു പാർട്ടാണ്. ഇന്ത്യയിൽ ഒരുപാട് കക്ഷികളിൽ ഒരു കക്ഷിയായിട്ട് കോൺഗ്രസും ഉണ്ട്, DMK ഉണ്ട്, അതുപോലെയുള്ള കക്ഷികൾ തമിഴ്നാട്ടിൽ DMKയുടെ നേതൃത്വത്തിലുണ്ട്. അങ്ങനെ പല വിവിധ സംസ്ഥാനങ്ങളിൽ വിവിധ കക്ഷികളുടെ നേതൃത്വത്തിൽ ഇത്തരം ഒരു ഇന്ത്യ എന്ന രാഹുൽ ഗാന്ധി അല്ലെങ്കിലും വയനാട് LDFന് കിട്ടും എന്നാണോ താങ്കൾ പറയുന്നത്? അങ്ങനെ വയനാട് എന്നോ അല്ലെങ്കിൽ ഇന്ന സീറ്റ് എന്നോ ഞാൻ പറയാൻ അങ്ങനെയല്ലല്ലോ നമ്മൾ തെരഞ്ഞെടുപ്പിനെ നേരിടുക. തെരഞ്ഞെടുപ്പ് ജനങ്ങളുടെ മുമ്പിൽ ഒതുക്കുകയാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ശേഷം വയനാട്ടിൽ ഉണ്ടായ സംഭവത്തെ കുറിച്ച് വയനാട്ടുകാർക്ക് നല്ല ബോധ്യമുണ്ട്. ഒരു MP ഇല്ലാത്ത അവസ്ഥയാണ് അവിടെ.
അവിടെ എന്താണ് നടന്നിരുന്നത്? ഒരു MP-യുടെ മണ്ഡലമായതോടുകൂടി അവർക്ക് ഇന്ത്യയിലെ നമുക്കറിയാം, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പാർലമെന്റിലെ ഉൾപ്പെടെയുള്ള അദ്ദേഹത്തിന്റെ ഹാജർ നില ഉൾപ്പെടെ അദ്ദേഹം ചോദിച്ച ചോദ്യങ്ങൾ ഉൾപ്പെടെ കേരളത്തിലെ മുഴുവൻ MP-മാരെ കുറിച്ചും കേരളത്തിലെ മുഴുവൻ UDF MP-മാരുടെയും അവസ്ഥ എന്തായിരുന്നു എന്നുള്ളത് കേരളത്തിലെ ഇന്ത്യയിലെ പാർലമെന്റിന്റെ റെക്കോർഡ് പരിശോധിച്ചാൽ റെക്കോർഡ് പരിശോധിച്ചാൽ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഹൈബീഡിനും TM പ്രതാപനും ഒക്കെ ഒരുപാട് സസ്പെൻഷൻ പാർലമെന്റിൽ സംസാരിച്ചതുകൊണ്ട് മാത്രം വാങ്ങിയ MP-മാരാണ്. അപ്പം നമുക്കത് അതുകൂടി കാണാതിരിക്കാൻ പറ്റില്ല. ശ്രീ രമേശ് പണിക്കോത്ത്, താങ്കൾ നേരത്തെ എന്തോ പറയാൻ വന്നു, പറഞ്ഞോളൂ. ഒരു ആദ്യത്തെ കാര്യം ശ്രീ അജി കുര്യാക്കോസ് പറഞ്ഞതിനോടാണ്. അജി കുര്യാക്കോസ് പറയുന്നത് രാഹുൽ ഗാന്ധി അല്ല, ഞാൻ പറയുന്നത് കേരളത്തിൽ തന്നെ കുറെ ആൾക്കാർ വരാനുണ്ട്. 2-ൽ കൂടുതൽ MP-മാര് തയ്യാറാണ് BJP-യിൽ ചേരാൻ. 2-3 MLA-മാർ തയ്യാറാണ് BJP-യിൽ ചേരാൻ വേണ്ടി. മലപ്പൊടിക്കാരന്റെ സ്വപ്നമൊന്നല്ല നടക്കൂട. മറ്റൊരു കാര്യം മേഡം, വാഹിദ് പറഞ്ഞത്, വാഹിദ് കഴിഞ്ഞ ചർച്ചയിലും വന്നിട്ട് RSSനെ ചീത്ത പറയാന്നുള്ളത് വാഹിദിന്റെ ഒരു സ്ഥിരം പരിപാടിയാണ്. RSS തീവ്രവാദ സംഘടനയാണ്. അപ്പൊ അതിന് ഞാൻ അന്ന് മറുപടി കൊടുത്തു. ഇതെന്നെ മറുപടി കൊടുത്തോണ്ടിരിക്കേണ്ട കാര്യമില്ല. വാഹിദിന്റെ പാർട്ടി കേരളത്തിൽ SDPI പോലുള്ള തീവ്രവാദ സംഘടനകളുടെ കൂടെ എത്രയോ സ്ഥലങ്ങളിൽ ഭരണം പങ്കിടുന്നുണ്ട്. അതല്ല നമ്മുടെ വിഷയം. മറ്റൊരു കാര്യം നമുക്കിവിടെ പറയാം. കേരളത്തിലെ സംബന്ധിച്ച് ഇവർ രണ്ടുപേരും പറയുന്നത് അപ്പുറം ഇപ്പുറം മത്സരിക്കുകയാണ്. എന്തിനാണ് ഇവർ രണ്ടുപേരും തമ്മിലടിച്ച് മത്സരിക്കുന്നത്? ഇവർ ഒന്നിച്ചു നിൽക്കണം. ഇവർ ഇന്ത്യ മുന്നണിയല്ലേ. കേരളത്തിലെ ജനങ്ങളോട് ഇവർ പറയുന്നില്ല അങ്ങനെ പറയുന്നത് ശരിയല്ല. കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം വെച്ച് നമ്മൾ അങ്ങനെ സംസാരിക്കുന്നത് ശരിയല്ല. ഇവിടെ വേറെ എന്തുകൊണ്ട് ശരിയല്ല? ശരിയാണ്. ഇവർ രണ്ടുപേരും ഇവരിപ്പോ ജയിച്ചാൽ മേഡം ഒരു എക്സാമ്പിൾ 5 10 അത്ര ഇവർ സീറ്റ് കിട്ടി. ഇവർ ഡൽഹിയിൽ പോയി ഇവർ ആരെയെ പിന്തുണക്കുക? CPM-ആരെ പിന്തുണക്കുക? കോൺഗ്രസിനെ. പിന്നെ എന്തിനു ഇവിടെ ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ട് ഇങ്ങനെ തമ്മിൽ മത്സരിക്കുന്നു എന്നുള്ളതാണ് എന്റെ ചോദ്യം. അതിന്റെ ആവശ്യമില്ല. ജനങ്ങളോട് പറയണം, നമ്മൾ സീറ്റ് വിഭജിച്ച് 5 സീറ്റ് ഞങ്ങളല്ലേ 10 സീറ്റ് കോൺഗ്രസ് എടുക്കുന്നു, 10 സീറ്റ് CPM എടുക്കുന്നു. അതല്ലേ വേണ്ടത്. അങ്ങനെ എടുത്താൽ പോലും BJP-ക്ക് ഇവിടെ എന്തെങ്കിലും പ്രതീക്ഷിക്കാനുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. കഴിഞ്ഞ 10 വർഷം, അതാ ഞാൻ പറഞ്ഞത്. ഇപ്പൊ വാഹിദ് പറഞ്ഞിട്ടില്ലേ, ഈ രാജ്യം മറ്റു നിലയിലേക്ക് കഴിഞ്ഞ 5 വർഷം ഭരണം നടത്തി ഒരു അഴിമതിയില്ലാതെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്തു. വീണ്ടും ജനങ്ങൾ തെരഞ്ഞെടുത്തു. പിൻവാതിലൂട്ട കാര്യം വന്നില്ല. ഇവരുടെ കമ്മ്യൂണിസം നിലനിൽക്കുന്ന ചൈനയിൽ എന്താണ്? അവിടെ ഒരു പ്രതിപക്ഷമുണ്ടോ? ശരിയായ തീവ്രവാദ സംഘടനയല്ലേ അവിടെ ഉള്ളത്? 3000-ഓളം ആൾക്കാരല്ലേ ടിയാൻമെൻ സ്ക്വയറിൽ. നമ്മൾ എന്തിനാ ചൈനയിലേക്ക് പോകുന്നത്? അല്ല, ഞാൻ വാഹിദ് പറഞ്ഞതാണ്. അപ്പൊ ഇവിടെ ഈ രീതിയിലുള്ള ഒരു വിഭജനവും ഇല്ല. ജനങ്ങൾക്ക് മോദിജി കൊണ്ടുവന്ന 14-15ഓളം പദ്ധതികൾ ഈ രാജ്യത്തെ എല്ലാ പൗരനും വേണ്ടിയിട്ടാണ്. അത് ഇന്ന മതമോ ഇന്ന ജാതിയോ നോക്കാതെ ഈ രാജ്യത്തെ പാവപ്പെട്ട ജനങ്ങൾക്ക് നൽകിയ ഈ പദ്ധതികൾ പറഞ്ഞ് കേരളത്തിൽ ഒരു സീറ്റ്, ഒരു MP-യെ ഉണ്ടാക്കാൻ BJP-ക്ക് സാധിക്കുമോ നിലവിൽ? ഒന്നിൽ കൂടുതൽ സീറ്റുകൾ കേരളത്തിൽ ഉണ്ടാവും ഇപ്രാവശ്യം, ഒരു സംശയമില്ല. എവിടെയൊക്കെയാണ് താങ്കൾ പ്രതീക്ഷിക്കുന്നത്? 2-3 സീറ്റുകളുണ്ട്. നമ്മൾ കണ്ടിട്ടുള്ള 2-3 സീറ്റുകളുണ്ട്. അത് തീർച്ചയായിട്ടും വിജയിക്കും. അതിൽ കൂടുതലാണ് ഞങ്ങളുടെ പ്രതീക്ഷ. പക്ഷേ മിനിമം നമ്മൾ ഇത്രയും സീറ്റുകൾ നേടുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അത് മോദിജിയുടെ ഭരണത്തിനുള്ള ഒരു അംഗീകാരമായിരിക്കും. ശരി, ശ്രീ അജി കുര്യാക്കോസ്, അങ്ങനെ അത്രയും ധൈര്യത്തോടെ BJP പ്രതിനിധി സംസാരിക്കുന്നുണ്ട്. കേരളത്തിൽ നിന്ന് ഒരു സീറ്റ് എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് എത്ര ദൂരമുണ്ട് അങ്ങോട്ട് എന്നുള്ള കാര്യത്തിൽ നമുക്ക് കൃത്യമായ വ്യക്തതയുമുണ്ട്. പക്ഷേ സ്ഥാനാർത്ഥികളുടെ പട്ടികയിലേക്ക് കോൺഗ്രസ് എത്തുമ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോൾ സിറ്റിംഗ് MP-മാരെ മത്സരിപ്പിക്കുന്നു എന്നുള്ള വിഷയം ഇരിക്കെ തന്നെ ലീഗിന്റെ 3-ാം സീറ്റ് ആവശ്യമുണ്ട്. അങ്ങനെയുള്ള ഇപ്പോഴും തീരാത്ത ചർച്ചകൾ കോൺഗ്രസിൽ നടക്കുന്നു. അത് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലും അത് പ്രകടമാകുമോ ആ അസംതൃപ്തികൾ? മുസ്ലിം ലീഗിന്റെ 3-ാം സീറ്റിനെ കുറിച്ച് അങ്ങ് മറന്നേക്കും മേഡം. അതൊക്കെ കഴിഞ്ഞു പോയ കാര്യങ്ങളാണ്. അതൊക്കെ അവർ തീരുമാനിച്ചു കഴിഞ്ഞതാണ്. നാളെ പ്രഖ്യാപനം ഉണ്ടാവും. പിന്നെ മറ്റൊന്ന്, രമേശ് ജി പറഞ്ഞതുപോലെ അല്ല, അതെന്താണ് താങ്കൾ ആ തീരുമാനം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളോട് ഷെയർ ചെയ്യാമോ? ഇല്ല, അത് മുസ്ലിം ലീഗിന് 3-ാം സീറ്റിനെ കുറിച്ച് PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് തന്നെ പറഞ്ഞല്ലോ. അത് വളരെ വ്യക്തമായ ഒരു ചർച്ച നടന്നു കഴിഞ്ഞു. അതൊരു തീരുമാനം എടുത്തു കഴിഞ്ഞു. നാളത്തെ അവരുടെ യോഗം കഴിഞ്ഞതിന് ശേഷം പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞു. മാറ്റിവെക്കട്ടെന്ന് ഞാൻ പറയുന്നത്, 2 പാർട്ടികൾ തമ്മിൽ യോജിച്ച് പ്രവർത്തിക്കുമ്പോൾ ഇവിടെ CPM-നെ പോലെയോ BJP-യെ പോലെയോ അല്ല കോൺഗ്രസ്. എല്ലാ വിട്ടുവീഴ്ചകൾക്കും തയ്യാറായിക്കൊണ്ട് തന്നെയാണ് കോൺഗ്രസ് നടക്കുന്നത്. കോൺഗ്രസ് എല്ലായിടത്തും അത് തന്നെ ചെയ്തിരിക്കുന്നത്. ഞങ്ങളിൽ നിന്ന് വിട്ടുപോയ ആൾക്കാരെയാണല്ലോ നിങ്ങൾ കൊണ്ടുപോയിട്ടുള്ളത്.
അപ്പൊ ആ ചർച്ചകൾക്ക് അവിടെ അതൊക്കെ ഇനി കുറച്ചുകൂടി ചർച്ച ചെയ്യാനുള്ള അവസരം നമുക്ക് വരും. ഈ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇവിടെ 2-3 ചോദ്യങ്ങൾക്ക് നമ്മൾ ഉത്തരം പറയേണ്ടി വരുന്നു. മറ്റേ ഇന്നലെയോ മിനിയാന്നോ ഞാൻ കണ്ടു, ഇന്നലെയാണോ പത്രത്തിൽ വായിച്ചതെന്ന് ഞാൻ അറിയില്ല. ഇന്ത്യയുടെ പ്രധാനമന്ത്രി, അദ്ദേഹം ഗുജറാത്തിന്റെ മുഖ്യമന്ത്രി ഒന്നല്ല, ഇന്ത്യയുടെ പ്രധാനമന്ത്രി, അദ്ദേഹം മറ്റേ സ്കൂബ ഡൈവിങ് ചെയ്ത് ഏതോ ഒരു അമ്പലത്തിൽ പോയി ഇരുന്നു എന്നൊക്കെ ഞങ്ങൾ കേട്ടു. അപ്പൊ ഇതൊക്കെയാണ് ഇന്ത്യയിൽ, അദ്ദേഹം അവിടെ ഇരിക്കുന്നതാണ് നല്ലത്. ദ്വാരകയിലോ എവിടെയോ എന്താന്ന് എനിക്കറിയില്ല. അപ്പൊ അത് അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷെ നമ്മളെ പോലുള്ള ജനങ്ങൾക്ക് ഇതൊന്നല്ലല്ലോ വിഷയം. ഈ വിഷയങ്ങളിൽ നിന്നെല്ലാം മാറ്റിക്കൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അദ്ദേഹം ദ്വാരകയിൽ പോകുന്നു, അയോധ്യയിൽ പോകുന്നു, അതുപോലെ പല സ്ഥലങ്ങളിൽ പോകുന്നു, അവിടെ ഉദ്ഘാടനങ്ങൾ നടത്തുന്നു, അവിടെ ഉദ്ഘാടനം നടത്തി അതൊക്കെ വലിയ PR വർക്ക് നടത്തുന്നു. ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യ ഒരു മതേതര രാജ്യമാണ്. ആ മതേതരത്വം നശിപ്പിക്കാൻ ഇന്ത്യയിലെ ഒരു രാഷ്ട്രീയ പാർട്ടി മുതിരരുത് എന്നുള്ളതാണ് ഇന്ത്യ മുന്നണിയുടെ ഏറ്റവും വലിയ മുദ്രാവാക്യം. അപ്പൊ അതുകൊണ്ട് ഇന്ത്യ മുന്നണി ജയിച്ചു വരും, ജയിക്കണം. ഇപ്പൊ നമ്മൾ കണ്ടല്ലോ വളരെ വ്യക്തം, ഉത്തർപ്രദേശിൽ അഖിലേഷ് യാദവിനെ പോലുള്ള നേതാക്കൾ, ആം ആദ്മിയെ പോലുള്ള നേതാക്കൾ, ആം ആദ്മിയിലെ കെജ്രിവാളിനെ പോലുള്ള നേതാക്കൾ, മമതാ ബാനർജി ഏകദേശം തീരുമാനമായി കഴിഞ്ഞു. ഇവരെല്ലാവരും ഇന്ത്യ മുന്നണിയിൽ തന്നെ സീറ്റുകളെ കുറിച്ച്, ഇത് BJP താൻ പോരിമയുടെ പാർട്ടിയല്ല, 1-2 ഈക്വൽ പാർട്ടികളല്ല NDAയിലുള്ള പോലെയുള്ള അല്ല ഇന്ത്യയിലുള്ളത്. ഇന്ത്യ മുന്നണിക്കകത്ത് ശക്തമായി പല സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന പാർട്ടികളാണുള്ളത്. ആ പാർട്ടികളെല്ലാം ചേർന്നുകൊണ്ട് BJPക്കെതിരെ ഒറ്റക്കെട്ടായി, BJP RSS വർഗീയ രാഷ്ട്രീയത്തിനെതിരെ ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് വരും. അപ്പൊ അതിൽ നിന്ന് ഈ പിണറായികളെ പോലെ കുറച്ച് ആൾക്കാരെ അവർക്ക് കിട്ടും, അവരവിടെ കൊണ്ടുവരും. കാരണം ഇപ്പം ഈ മാസപ്പടി കേസൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവിടെ എങ്ങനെയോ 2-3 സീറ്റ് കിട്ടുന്ന ഇത്ര ഉറച്ചു പറയുന്നില്ലേ? രമേശ് ജി സീറ്റിന്റെ കാര്യത്തിൽ പോലും തീരുമാനമായിട്ടില്ല. ഇത് പറഞ്ഞ ഒറ്റ കാര്യം കൂടി, മാഡം, ഈ സീറ്റിന്റെ കാര്യത്തിൽ തീരുമാനമാവാത്ത എന്തുകൊണ്ടെന്നറിയോ? അത് ക്ലിഫ് ഹൗസിൽ വെച്ചാണ് തീരുമാനം എടുക്കേണ്ടത്. ആ തീരുമാനം എടുക്കും. ആ തീരുമാനം എടുത്ത ശേഷം അടുത്ത ദിവസം ചർച്ചയിൽ രമേശ് വിളിച്ചാൽ ഏതൊക്കെ സീറ്റാണെന്ന് അദ്ദേഹം പറയും. അപ്പൊ അതുകൊണ്ട് ഇവിടെ സ്വന്തം പാർട്ടിയല്ല, സ്വന്തം കുടുംബത്തെ രക്ഷിക്കാൻ വേണ്ടി മാത്രം നടത്തുന്ന ഒരു പരിപാടിയാണ് കേരളത്തിൽ. അപ്പൊ അതുകൊണ്ട് വയനാട്ടിലെ കാര്യങ്ങൾ പറഞ്ഞിട്ടോ മറ്റു കാര്യങ്ങൾ പറഞ്ഞിട്ടോ ഒന്നും കോൺഗ്രസിനെ നശിപ്പിക്കാനോ തകർക്കാനോ ആർക്കും സാധിക്കില്ല. കോൺഗ്രസിന് സ്ഥാനാർത്ഥി പട്ടിക വരും, 20 സീറ്റും ഇപ്രാവശ്യം UDF മുന്നണി ജയിക്കുമെന്നുള്ളത് ഉറപ്പാണ്. ശരി, ശ്രീ വാഹിദ് നാട്ടിയ, താങ്കൾക്ക് മറുപടി ഉണ്ടെന്ന് അറിയാം. പക്ഷെ നമ്മുടെ സമയം തീർന്നു പോയതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്തതിന് ശ്രീ രമേശ് മണിക്കോത്ത്, ശ്രീ വാഹിദ് നാട്ടിയ, ശ്രീ അജി കുര്യാക്കോസ്. താങ്ക് യു. പ്രവാസി ശബ്ദം പൂർണ്ണമാവുന്നു. നമസ്കാരം.